പത്തനംതിട്ട ചുട്ടിപ്പാറ എസ്.എം.ഇ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനി ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും ചാടി ജീവനൊടുക്കിയ സംഭവത്തെപ്പറ്റി അന്വേഷിക്കാൻ മന്ത്രി വീണ ജോർജ് ആരോഗ്യ സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകി. സഹപാഠികളായ 3 വിദ്യാർത്ഥിനികളുടെ മാനസിക പീഡനമാണ് 4ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ അമ്മു സജീവ് ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. വെള്ളിയാഴ്ച രാത്രി 7 മണിയോടെയാണ് അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയും തിരുവനന്തപുരം സ്വദേശിനിയുമായ അമ്മു സജീവ് വെട്ടിപ്പുറത്തുള്ള ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ 3ാം നിലയിൽ നിന്നും ചാടിയത്. ഉടൻ തന്നെ കുട്ടിയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ പരിക്ക് ഗുരുതരമായതിനാൽ കൂടുതൽ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റണം എന്നറിയിച്ചതോടെ ബന്ധുക്കളുടെ നിർദ്ദേശം അനുസരിച്ച് ICU ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ എത്തും മുൻപ് മരണപ്പെട്ടിരുന്നു. വിദ്യാർത്ഥിനിയുടെ മരണകാരണം അന്വേഷിച്ചപ്പോൾ ഡയറിത്താളിൽ നിന്നും "ഐ ക്വിറ്റ്" എന്ന ഒറ്റവരി കത്ത് മാത്രമാണ് ലഭിച്ചത്. എന്നാൽ പിന്നീട് സഹപാഠികളായ 3 വിദ്യാർത്ഥിനികൾ അമ്മുവിനെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി കാട്ടി പിതാവ് സജീവ് പ്രിൻസിപ്പലിന് നൽകിയ പരാതി പോലീസിന് ലഭിച്ചു. ഇവരുടെ മാനസിക പീഡനം മൂലം അമ്മുവിൻ്റെ ജീവന് വരെ ഭീഷണിയുള്ളതായി പിതാവ് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. ചില അധ്യാപകരും ഇതിന് ഒത്താശ ചെയ്തിരുന്നതായും പറയുന്നു. അമ്മുവിൻ്റെ പിതാവ് സജീവ് നേരിട്ടാണ് പരാതി കോളേജ് പ്രിൻസിപ്പലിന് നൽകിയത്. മൈഗ്രെയിൻ പോലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളാൽ ഏറെ വലഞ്ഞിരുന്ന അമ്മുവിനെ ഈ സമയം 3 സഹപാഠികളായ പെൺകുട്ടികളും ചേർന്ന് പല രീതിയിലും ശല്യപ്പെടുത്തുമായിരുന്നുവത്രേ. കോളേജിൽ നിന്നും സ്റ്റഡി ടൂറിന് പോകാൻ തയ്യാറാവാതിരുന്ന അമ്മുവിനെ ടൂർ കോർഡിനേറ്ററായി ചുമതലപ്പെടുത്തി. പ്രഖ്യാപനം വന്നപ്പോൾ മാത്രമാണ് ഈ വിവരം അമ്മു അറിഞ്ഞതെന്നും പിതാവ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. പല രീതിയിലുള്ള മാനസിക പീഡനം കാരണം അമ്മുവിൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്നും പിതാവ് സജീവ് പ്രിൻസിപ്പലിന് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ അമ്മുവും ആരോപണവിധേയരായ പെൺകുട്ടികളും ഉറ്റ സുഹൃത്തുക്കളായിരുന്നുവെന്നും പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഇവർക്കിടയിലുണ്ടായിരുന്നതെന്നുമാണ് കോളേജ് അധികൃതർ പറയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അമ്മുവിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംഭവത്തെപ്പറ്റി പത്തനംതിട്ട പോലീസ് അന്വേഷണം നടത്തും. DDV ന്യൂസ്, പത്തനംതിട്ട.